എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കിണ്ണത്തപ്പമാണ് കേട്ടോ. ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആവിയിലല്ല വേവിച്ചിട്ടെടുക്കുന്നത്. വെറും ഒരു 5-10 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമ്മൾ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു 3 ചേരുവകളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഈസി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു കിണ്ണത്തപ്പം റെസിപ്പി എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതുപോലുള്ളൊരു പാനിലോട്ട് 250 ml കപ്പിൽ കറക്റ്റ് 1.5 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ, അതായത് രണ്ടാം തേങ്ങാപ്പാൽ കേട്ടോ, അതായത് രണ്ടാം പാൽ എന്നൊക്കെ നമ്മൾ പറയും. രണ്ടാം പാൽ 1.5 കപ്പ് അളവിൽ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം. ഇനി ഇതേ ഒരു കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ഈ ഒരു പാലിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പത്തിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് അളവിൽ കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പത്തിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1/2 കപ്പ് അളവിൽ കോൺഫ്ലോർ ആണ്. അപ്പോൾ ഇതേ കോൺഫ്ലോർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായുടെ കുരു നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലുള്ളൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു കോൺഫ്ലോറിൻ്റെ എന്തെങ്കിലും കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഉടച്ചിട്ടെടുക്കാം. ഇനി ഇത് നേരെ സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കാം. അപ്പോൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പാലും കോൺഫ്ലവറൊക്കെ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ എത്രത്തോളം ചൂടാക്കി എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ആയത് കാരണം ചൂടാവുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കട്ട പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കൈവിടാതെ ഇതുപോലെ ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഒന്ന് ചൂടായി തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ, അതായത് 1ാം പാലാണ്. അപ്പോൾ ഇത് 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചെടുത്തത്, അതായത് സാധാരണ ജീരകമാണ് കേട്ടോ, ക്യൂമിൻ സീഡ്സ്, പെരിഞ്ജീരകമല്ല ക്യൂമിൻ സീഡ്സ് ആണ് കേട്ടോ, സാധാരണ ജീരകം. അതൊരു 1/4 ടീസ്പൂൺ അളവിൽ അതിൻ്റെ പൊടിച്ചത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഫ്ലോർ ആയത് കാരണം ചൂടാവുന്നതിനനുസരിച്ചിട്ട് ഇത് കട്ട പിടിച്ചു കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും കേട്ടോ. ഇതേപോലെ നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നെയ്യ് മാത്രമേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മിക്സ് ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ കിണ്ണത്തപ്പം ആവുന്നത് വരെ നമ്മൾ തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫ്ലോറിൻ്റെ പച്ച ടേസ്റ്റ് ഒട്ടും മാറില്ല കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇതേ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ ഈ ഒരു മിക്സൊക്കെ നന്നായിട്ട് കുറുകിയതേ കറക്റ്റ് ഈ ഒരു പരുവത്തിലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഇട്ട് കറക്കുന്ന സമയത്ത് ആ ഒരു പാനിൽ നിന്ന് കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങോട്ട് വിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിന്ന് ആകുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് നെയ്യ് തടവി മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നന്നായിട്ട് നെയ്യൊന്ന് തടവി വയ്ക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് കറക്റ്റ് ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് കറക്റ്റ് 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ കിണ്ണത്തപ്പയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെറ്റായി കഴിഞ്ഞാൽ ഇതേ കണ്ടോ, നമ്മൾ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിൽ നിന്നൊക്കെ സൈഡൊക്കെ വിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ഒരു രീതിയിലായി കിട്ടുന്ന സമയത്ത് നമുക്കിത് പതുക്കെ മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ പാത്രം നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു പാത്രം ഇതുപോലെ പതുക്കെ ഒന്ന് കമിഴ്ത്തി കൊടുക്കുക കേട്ടോ. കമിഴ്ത്തി കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക, പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ. കാരണം അത്രയും സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കണ്ടോ. അത്ര സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പാണ് കേട്ടോ. നമ്മൾ ശരിക്കും വായിലിട്ടാൽ ഇതങ്ങോട്ട് അലിഞ്ഞു പോകും. അത്രയും സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പാണ് കേട്ടോ.
അപ്പോൾ ഇത് നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെറും 3 ചേരുവകളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എത്രത്തോളം സോഫ്റ്റ്നെസ് ആണ് നമ്മുടെ ഈ ഒരു കിണ്ണത്തപ്പത്തിന് ഉള്ളത് എന്നുള്ളത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് കട്ട് ചെയ്തിട്ട് പോകുന്നുള്ളൂ കേട്ടോ. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ്നെസ് ആണ് നമ്മുടെ ഈ ഒരു കിണ്ണത്തപ്പത്തിന് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സെൻറ്ററിലായിട്ട് ആ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ചെറിയും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കിണ്ണത്തപ്പാണ്. കോൺഫ്ലവറൊക്കെ വീട്ടിലുള്ളവർ ഇപ്പം തന്നെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കിണ്ണത്തപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല എന്താ പറയുക നല്ല വിഗ്ലി ആയിട്ട് കളിക്കുന്ന കിണ്ണത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ ഒരു കിണ്ണത്തപ്പം റെസിപ്പി ഇഷ്ടമുള്ളവർ വേഗം തന്നെ വീഡിയോയുടെ താഴെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. പിന്നെ ഈ ഒരു കിണ്ണത്തപ്പം റെസിപ്പി ഇഷ്ടമുള്ളവർ വേഗം തന്നെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. Bye bye.